എന്നിലെ ശക്തിയെ മനസ്സിലാക്കാതെ ഞാൻ മറ്റൊരു വ്യക്തിയുടെ അഭിപ്രായത്തിലേക്ക് പോകുമ്പോഴാണ് എന്നിലെ ശക്തി നഷ്ടപ്പെടുന്നത്. ആക്സസ് പഠിച്ച വ്യക്തിക്ക് ആ വ്യക്തി നമ്മുടെ അടുക്കേക്ക് വരുമ്പോൾ തന്നെ ഇയാൾ എന്ത് ഉദ്ദേശത്തിലാണ് വരുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ നോട്ട് ബുക്കിലാണ് നോട്ടുകളെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ നമ്മൾ മൊബൈലിലാണ് അത് കാണുന്നത്. ചില നോട്ടുകൾ, ചില കാര്യങ്ങൾ എല്ലാം PDF ഫോമാറ്റിലാണ് വരുന്നത്. വൈ വി ആർ നോട്ട് ഗോയിങ് ടു, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നോട്ട്ബുക്കിലേക്ക് പോകുന്നില്ലാത്ത എന്താ? നമ്മുടെ ശക്തിയെ തിരിച്ചറിയാതെ നമുക്ക് ഈ ജീവിതത്തിൽ നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റത്തില്ല. ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങയെ ട്രസ്റ്റ് ചെയ്യല്ല വേണ്ട, ഞാൻ എന്നെ ട്രസ്റ്റ് ചെയ്യണം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ആക്സിസ് ബാർ ഫെസിലിറ്റേറ്റർ ആയിട്ടുള്ള അനീഷ് കുമാർ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം സാറ് BSSന്റെ അവാർഡൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് സാറ് പറഞ്ഞപ്പോ കേട്ടിരുന്നു. ഈ BSS എന്ന് വെച്ച് കഴിഞ്ഞാല് എന്തായിരുന്നു? BSS എന്ന് പറഞ്ഞാൽ ഭാരത് സേവാ സമാജ്, അതായത് നമ്മുടെ ആസൂത്രണ കമ്മീഷന്റെ ബോർഡിന്റെ കീഴിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് പ്രധാനമന്ത്രിയുടെ ഒരു ഇതിലുള്ളതാണ് ആസൂത്രണ കമ്മീഷൻ ബോർഡ്. ഇതിനകത്ത് പറഞ്ഞാൽ സമൂഹത്തിന് സേവനം ചെയ്ത് ഒരുപാട് ആൾക്കാരിൽ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികൾക്ക് ഭാരതം കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് ഭാരത് സേവാ സമാജ്. അപ്പം അങ്ങനെ അതിൻ്റെ ഒരു നാഷണൽ അവാർഡ് കിട്ടുവാനായിട്ട് ദൈവാനുഗ്രഹത്താൽ സാധിച്ചു. സാറ് ആക്സിസ് ബാറിലേക്ക് വന്നിട്ട് എത്ര വർഷമായി? ഞാൻ ഏകദേശം ആക്സിസ് ബാർ ഫെസിലിറ്റേറ്റർ ആയതുകൊണ്ട് കുറച്ചാണ്, ഏകദേശം 2 വർഷത്തിന് മേലെയായി ആക്സിസ് ബാറിലേക്ക് ഞാൻ വർക്ക് ഇത് ചെയ്യാൻ തുടങ്ങിയിട്ട്. ഈ ആക്സിസ് ബാർ, അതായത് ഇപ്പം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ചോദ്യങ്ങളാണ്. ആക്സിസ് ബാർ, റേക്കി, പ്രാണിക് ഹീലിംഗ്, ഇതുപോലുള്ള കാര്യങ്ങളൊന്നും സയന്റിഫിക് അല്ല, അല്ലെങ്കിൽ ഇതെല്ലാം പറ്റിക്കലാണ്. അതിനെപ്പറ്റി ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇത് സയന്റിഫിക് ആണ്? യെസ്, ഓഫ് കോഴ്സ്. നല്ലൊരു ചോദ്യമായിരുന്നു. കാരണം വെച്ചാൽ ഈ ഒരു ചോദ്യം പലരും ചോദിക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ പല ആൾക്കാർക്കും, പല വ്യക്തികൾക്കും ആക്സസ് ബാറിനെ കുറിച്ച് ബോധമില്ലാത്തത്. കാരണം വെച്ചാൽ ആക്സസ് കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് അറിയാമോ? നമ്മൾ ബോധത്തിലേക്ക് എത്തുക എന്നതാണ് ആക്സസ് കോൺഷ്യസ്നസ്. ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള അന്തരാമയായ ആത്മാവിനെ അറിയുന്ന ഒരു പ്രോസസ്സാണ്. അപ്പം ഇതിൻ്റെ ഒരു സ്റ്റഡി എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വൺ ഓഫ് ദ ഫേമസ് ന്യൂറോ സയൻറ്റിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഡോക്ടർ ജെഫ്രി എൽ ഫ്രാനിൻ എന്ന് പറഞ്ഞ ഡോക്ടർ, അദ്ദേഹം ഒരു ഇലാബറേറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി നടത്തി. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തി കഴിഞ്ഞപ്പോഴത്തേനും, അതായത് ഈ ആക്സസ് ബാർ ചെയ്യുന്നതിന് മുമ്പും ആഫ്റ്റർ എഫക്റ്റ്, 2 എഫക്റ്റ് ഇയാൾ എടുത്തിട്ടുണ്ട്. അതായത് ഒന്നെന്ന് പറഞ്ഞാൽ സ്ട്രെസ്ഫുൾ ആയിട്ട്, ഒന്ന് ഡിസ്പ്രഷൻ ആയിട്ടുള്ള ആളുടെയും തമ്മിലുള്ള ഒരു ബ്രെയിൻ വേവ്സിൻ്റെ അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ ആ നടത്തിയതും പ്രകാരം 45 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഈ വ്യക്തിയിൽ ഉണ്ടാകുന്ന, അതായത് ബ്രെയിനിലെ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി എന്ന് പറയും. ഈ ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി നമ്മളിൽ നിന്ന് മാറ്റപ്പെടുന്നതുകൊണ്ട്, അതായത് നമ്മളിൽ നിന്ന് ലോ ആകുന്നത് കൊണ്ടാണ് പല വ്യക്തികളും പല ഇതിലേക്ക് മാറുന്നത്. അതായത് ഇപ്പോൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാക്കുന്ന കെമിക്കൽ എനർജി കുറയുന്നതുകൊണ്ടാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആക്സസിലൂടെ, സോഫ്റ്റ് ടച്ചിലൂടെ തന്നെ, അതായത് സ്റ്റേറ്റ്മെൻറ്റിലൂടെയും ഈ വ്യക്തിയിൽ നമുക്ക് ഈസി ആയിട്ട് മാറ്റാൻ വരും. അതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം യൂട്യൂബിലും ഇവരുടെ സൈറ്റിനകത്തും എല്ലാം ഉണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് ഇതിപ്പോഴും പറ്റിക്കലാണ് എന്ന് പറയപ്പെടുന്നത്? പറ്റിക്കലാണെന്ന് പറയപ്പെടുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് സയൻറ്റിഫിക് ആയിട്ട് പഠിച്ച് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാർ വളരെ വിരളവുള്ളൂ, കുറച്ച് ആൾക്കാരേ ഉള്ളൂ. പക്ഷെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആൾറെഡി എന്ന് പറഞ്ഞാൽ ഇത് ലൈസൻസ് പ്രോഗ്രാമാണ്. ഇതിൻ്റെ ലൈസൻസ് എന്ന് പറഞ്ഞാൽ www.accessconscious.com കയറി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഫെസിലിറ്റേറ്റർ, ഞാൻ ഒരുപാട് പേരുണ്ട് നമ്മുടെ കേരള ഫെസിലിറ്റേറ്റർമാർ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പം എൻ്റെ പേര് അടിച്ചു നോക്കും, അനീഷ് കുമാർ എന്നുള്ള പേര് ഈ ഫെസിലിറ്റേറ്ററിൻ്റെ ഇതിനകത്ത് അടിച്ചു നോക്കി കഴിയുമ്പോൾ എൻ്റെ പേര് കാണാൻ പറ്റും. എൻ്റെ പേര് കാണാൻ പറ്റുന്നില്ല എങ്കിൽ ഞാൻ ഫെസിലിറ്റേറ്റർ അല്ല. മനസ്സിലായോ? അപ്പം അങ്ങനെ, അതായത് സർട്ടിഫൈഡ് ആയിട്ടുള്ള, അതായത് അതിൻ്റെ അറ്റവും മുറിയൊക്കെ പഠിച്ചു, ഇപ്പോൾ ഉദാഹരണം പ്രാക്ടീഷണറായിട്ട് വന്നതിന് ശേഷം കുറച്ച് കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം ആൾക്കാരെ പഠിപ്പിക്കുന്ന അങ്ങനത്തെ ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് നമുക്കിത് ജെനുവിനിറ്റി ഇല്ലാതെ വരുന്നത്. മറ്റേന്ന് പറഞ്ഞാൽ ഇതിന് ഡേ ടു ഡേ അപ്ഡേഷൻസ് നമുക്ക് കിട്ടിക്കൊണ്ടായിരിക്കും, ഓരോരോ ചേഞ്ചസും ഉണ്ടായിരുന്നു. അതായത് ഞാൻ സിമ്പിൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് കാലത്ത് നമ്മൾ നോട്ട് ബുക്കിലാണ് നോട്ടുകളെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം നമ്മൾ മൊബൈലിലാണ് അത് കാണുന്നത്. ചില നോട്ടുകൾ, ചില കാര്യങ്ങൾ എല്ലാം PDF ഫോമാറ്റിലാണ് വരുന്നത്. വൈ വി ആർ നോട്ട് ഗോയിങ് ടു, നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല, നോട്ട്ബുക്കിലേക്ക് പോകുന്നില്ലാത്ത എന്താ? എളുപ്പമാണ്, ഫാസ്റ്റസ്റ്റ്, ആക്സസ് ചെയ്യാൻ. അതാണ് ആക്സസ്. അതായത് നമ്മളെ ഓരോ കറക്റ്റ് ആ പോയിന്റിലേക്ക് നമ്മളെ കൊണ്ടുവരുന്ന പ്രോസസ്സാണ് ആക്സസ്. അതായത് വിവേകാനന്ദ സ്വാമി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഈ ലോകത്തിലുള്ള സകല ഗുരുക്കന്മാരും പറഞ്ഞിട്ടുണ്ട്, നീ നിന്റെ അന്തരാമിയെ അറിയുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയല്ലേ? നമ്മളെ തന്നെ അറിയുക.
അപ്പം നമ്മൾ കുറേ കഥകൾ പറഞ്ഞിട്ടോ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടോ ഒന്നും കാര്യമില്ല. നമ്മുടെ ശക്തിയെ തിരിച്ചറിയാതെ നമുക്ക് ഈ ജീവിതത്തിൽ നല്ല നമുക്ക് ജീവിതത്തിൽ ഒന്നും നേടാൻ പറ്റത്തില്ല. ഈ ആക്സസ് ബാർ ഒരു മിറാക്കിൾ ആണോ? ആക്സസ് ഈസ് എ മിറാക്കിൾ. അതെങ്ങനെയാണ് ഇതൊരു മിറാക്കിൾ ആകുന്നത്? മിറാക്കിൾ ആകുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ മുമ്പേ പറഞ്ഞില്ലായിരുന്നോ, അതായത് ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഞ്ചഭൂതങ്ങളാലാണ് നമ്മൾ ഈ പ്രപഞ്ചത്തിലെല്ലാം നിയന്ത്രിക്കപ്പെടുന്നത്, ശരിയല്ലേ? ഈസി ആയിട്ട് ഫ്രീ ആയിട്ട് നമുക്ക് ഓക്സിജൻ കിട്ടുന്നു, അല്ലേ? എല്ലാം നമുക്ക് പ്രപഞ്ചം ഫ്രീ ആയിട്ട് തരുന്നു. നല്ല കാറ്റുകൾ തരുന്നു, നല്ല വായു തരുന്നു, അങ്ങനെ എല്ലാം സർവ്വതും നമുക്ക് ഫ്രീ ആയിട്ട് തരിക. പക്ഷെ ഇതിനകത്ത് വേറൊരു 5 എലമെന്റ് ഉണ്ട് നമ്മുടെ ജീവിതത്തിൽ. എന്തൊക്കെയാ? അത് എല്ലാവർക്കും അറിയാം, പക്ഷെ വ്യക്തമല്ല, അതിനകത്ത് ക്ലാരിറ്റി ഇല്ല. ദാറ്റ് ഈസ് വൺ ഈസ് ട്രസ്റ്റ്. ട്രസ്റ്റ് വേണ്ടേ? ഓണർ, ദെൻ ഗ്രാറ്റിറ്റ്യൂഡ്, ദെൻ അലോ, ദെൻ അവൈലബിലിറ്റി. ട്രസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങയെ ട്രസ്റ്റ് ചെയ്യല്ല വേണ്ട, ഞാൻ എന്നെ ട്രസ്റ്റ് ചെയ്യണം. ആദ്യം എന്നെ ഞാൻ വിശ്വസിക്കണം, ഹോണർ ചെയ്യണം. എന്നെ എന്ത് ചെയ്യണം? നീ മിടുക്കനാന്ന് നീ എന്നോട് തന്നെ പറയണം, അല്ലാതെ വേറൊരാള് മിടുക്കനാന്ന് നമ്മളോട് പറഞ്ഞിട്ട് എന്ത് കാര്യം? ഹോണർ. ഇത് നമുക്കുള്ളിലുള്ള നമ്മുടെ ഗുണങ്ങളല്ലേ ഇതെല്ലാം? അത് പക്ഷെ മനസ്സിലാക്കുന്നില്ല ആരും. എന്നിലെ ശക്തിയെ മനസ്സിലാക്കാതെ ഞാൻ മറ്റൊരു വ്യക്തിയുടെ അഭിപ്രായത്തിലേക്ക് പോകുമ്പോഴാണ് എന്നിലെ ശക്തി നഷ്ടപ്പെടുന്നത്. അപ്പം മറ്റൊരു വ്യക്തിയുടെ എനർജിയാണ് നമ്മളിൽ വർക്കൗട്ട് ആകുന്നത്. ആക്സസ് അങ്ങനെയല്ല പഠിക്കുന്നത്. നമ്മൾ നമ്മുടെ ശക്തിയെ മനസ്സിലാക്കൂ, നമ്മുടെ പൊട്ടൻഷ്യൽ മനസ്സിലാക്കൂ, നമ്മുടെ ക്രിയേറ്റിവിറ്റി മനസ്സിലാക്കൂ. ഇങ്ങനെ വരുമ്പോഴാണ് ഒരു വ്യക്തിയിൽ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ചസ് വരുന്നത്. നമ്മളെ മനസ്സിലാക്കാതെ എങ്ങനെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? ഈ ഗുണങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ കഴിയും. തീർച്ചയായിട്ടും. പക്ഷെ ആ ഗുണങ്ങൾ മനസ്സിലാക്കുന്ന ഒരാള് നമ്മുടെ ഇപ്പോഴത്തെ ഒരു സാമൂഹിക ചുറ്റുപാടിൽ ജീവിച്ചു പോകാൻ അല്ലെങ്കിൽ ജീവിച്ചു പോകുമ്പോൾ പറ്റിയപ്പെടത്തില്ലേ? അല്ല, അതാണ് ഞാൻ കാര്യം. ഇത് നല്ലൊരു ചോദ്യമാണ്. കാരണം എന്താണെന്നറിയാമോ, നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പം എന്നെ ഒരാൾ പറ്റിക്കപ്പെടുവാൻ സാധ്യതയുണ്ട് എങ്കിൽ ആക്സസ് പഠിച്ച വ്യക്തിക്ക് ആ വ്യക്തി നമ്മുടെ അടുക്കേക്ക് വരുമ്പോൾ തന്നെ ഇയാൾ എന്ത് ഉദ്ദേശത്തിലാണ് വരുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് അവർ സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന്റെ അതായത് എനർജിക്കൽ ലെവൽ ഇൻക്രീസ് ചെയ്യും. ഇൻഡ്യൂഷൻസ് വരും. ഉറപ്പായിട്ടും വരും. നമുക്ക് മനസ്സിൽ വ്യക്തി എന്താ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തി നമ്മളിൽ നിന്ന് എന്താ ആഗ്രഹിക്കുന്നത്, ആ വ്യക്തി നമ്മളെ പറ്റിക്കാനോ വരുന്നതെന്ന് ഞാൻ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യും. അതെങ്ങനെ ബോഡി റിയാക്ട് ചെയ്യുന്നത്? അത് ക്ലാസ്സിലാണ് പറയുന്നത്, എന്നാലും ഞാൻ പ്രത്യേകിച്ച് പറയാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ സിമ്പിൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ പെട്ടെന്ന് ഒരു പേടിപ്പെടുത്തുന്ന ഒരു കാര്യം വരുവാണെങ്കിൽ, ഒരു സാധാരണ ഒരു ഹ്യൂമൻ ബീയിങ്ങിൽ പേടിപ്പെടുത്തുന്ന ഒരു കാര്യം മനസ്സിൽ വരുവാണെങ്കിൽ, അയാളുടെ ബോഡിയിൽ എവിടെ നിന്നായിരിക്കും ഒരു എനർജി ക്രിയേറ്റ് ആയി വരുന്നത്? ബ്രെയിനിൽ. വയറിന്റെ അടിയിൽ നിന്ന് ഒരു ആന്തൽ കയറി വരുന്നത് കണ്ടിട്ടില്ല? ഇല്ലേ? അതന്നെ അവിടുന്ന് കയറി വരുന്നത്. ഇതുവരെ ചിന്തിക്കാത്തൊരു കാര്യമാണ്. കറക്റ്റ്. ഇതാണ് അതായത് നമ്മുടെ സ്വാധിഷ്ഠാന ചക്രം, ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം. അവിടെ എന്ത് ക്രിയേറ്റ് ചെയ്യുകയാണ്? നമുക്ക് വേണ്ടാത്ത ഒരു ചിന്ത അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മൾ ഇമോഷണൽ ഡൗൺ ആയിട്ട് നേരെ തലയിലേക്ക് ഇടുന്നു, തന്നെ നമ്മൾ മൈൻഡ് ഡൗൺ ആവും. അതായത് നമ്മുടെ ആ ഒരു ചിന്ത ഉണ്ടാകുന്നത് അടിവയറ്റിൽ നിന്നാണ്. യെസ്. കണ്ടിട്ടില്ലേ? അടിയിൽ ആന്തലല്ലേ കയറി വരുന്നത്? ശ്രദ്ധിച്ചു നോക്കിയോ, എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കിക്കുക. നമുക്ക് എന്ത് ചിന്തകൾ വന്നാലും പെട്ടെന്ന് നമുക്ക് റിയാക്ട് ചെയ്യും. പെട്ടെന്ന് കയറി വരുന്നത് നമ്മുടെ അടിവയറ്റിൽ നിന്ന് ഒരു അഗ്നി കയറി വരുന്ന പോലെ കയറി. അതെ, എനിക്ക് ചില ആളുകൾക്ക് ഈ ഭയം കൂടുമ്പോൾ ചിലർക്ക് മൂത്രമൊഴിക്കാൻ പോകണം, ബാത്റൂമിൽ പോകണം, അങ്ങനെ വരുന്ന സിംറ്റംസ് കണ്ടിട്ടുണ്ട്. അതിന് ഇതുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതൊരു എനർജി ക്രിയേറ്റഡ് ആവുന്നതാണ്. അതെങ്ങനെ ക്രിയേറ്റഡ് ആവുന്നത്? അതൊരു എനർജി അല്ലേ? എവറിത്തിങ് ഈസ് എനർജി. അങ്ങനെ വരുന്ന സമയത്ത് നമ്മളിപ്പോ പറഞ്ഞ ഈ കാര്യമുണ്ടല്ലോ, അതായത് ഒരു പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ വരുന്ന ബോഡി റിയാക്ട് ചെയ്യും. ഇതുപോലെ തന്നെ ഒരു വ്യക്തി നമ്മളിലേക്ക് വരുമ്പോൾ നമ്മുടെ ബോഡി റിയാക്ട് ചെയ്യും. അത് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു കൊടുക്കും. ഒരാളെ അതുപോലെ തന്നെ ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതിന് ഇപ്പൊ ഞാനൊരു ഉദാഹരണം കൂട്ടി പറഞ്ഞോട്ടെ. അതായത് ഇപ്പം ഉദാഹരണം ഞാൻ നമ്മളിപ്പം സാധാരണ രീതിയിൽ കുട്ടികളൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണ വീട്ടിൽ നിന്നുള്ള സ്ട്രെസ്, ടീച്ചർമാരുടെ സ്ട്രെസ്, സോഷ്യൽ എൻവയോൺമെന്റൽ സ്ട്രെസ്, ഇതെല്ലാം ഇവർ താങ്ങുമല്ലേ? അപ്പൊ ഇങ്ങനെ താങ്ങുന്ന സമയത്ത് ഇവർക്ക് തന്നെ പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഞാൻ എന്ന വ്യക്തി, ഞാനിപ്പോൾ ഒരു 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ പഠിക്കുന്ന വ്യക്തി, എനിക്ക് സ്വയം തോന്നി ഞാൻ പഠിച്ചാലോ? അതായത് നമ്മുടെ സ്ട്രെസ്ഫുൾ ലൈഫിനെ കുറച്ചുകൊണ്ട് ഈസി ആൻഡ് എഫക്റ്റീവ്ലി നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ ഉണർത്തുന്ന പ്രോസസ്സാണ് ആക്സസ്. അതാണ് നമ്മൾ 32 പോയിന്റ്സിനകത്ത് എല്ലാ ഏരിയയും നമ്മൾ കവർ ചെയ്യുന്നത്. 32 പോയിന്റ്സ് ഉണ്ടോ? 82 പോയിന്റ്സ് ഉണ്ട്. അത് എവിടേക്കാണ്? തലയിലാണ്. തലയിൽ മാത്രമുള്ള സോഫ്റ്റ് ടച്ച് ആണ് നമ്മൾ ചെയ്യുന്നത്. സോഫ്റ്റ് ടച്ച്.
അത് നമുക്ക് ഒരാളെ കാണുമ്പോൾ തന്നെ പോയിന്റുകൾ ഏതൊക്കെയാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അങ്ങനെയല്ല, അത് ഓൾറെഡി ചാർട്ടുകളും എല്ലാം ഉണ്ട്, വളരെ കൃത്യമാണെല്ലാം. എല്ലാ വ്യക്തികളും ഒരേ സ്ഥലത്ത് തന്നെ ഒരേ പോയിന്റുകളിൽ തന്നെയാണുള്ളത്. അത് കൃത്യമായിട്ടുള്ള പോയിന്റുകളാണ്. അവിടെ നമ്മൾ ഹീല് ചെയ്യുകയാണോ അതോ എനർജി പാസ് ചെയ്യുകയാണോ? ഇതൊരു ഡിസ്റ്റന്റ് ഹീലിംഗ് ആയിട്ടുള്ള തെറാപ്പിയാണോ? അല്ലല്ല, ആക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റന്റ് അല്ല, അത് തെറ്റിദ്ധരിക്കപ്പെടാനും ആക്സസ് അല്ല. പക്ഷെ ഇന്ന് ഒരുപാട് പേര് ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്താൽ മാത്രം മതി എന്നാണ്. അല്ല, ആക്സസിനെ സംബന്ധിച്ചിടത്തോളം ആക്സസ് എപ്പോഴും നടത്തുന്ന ക്ലാസ്സുകളെല്ലാം ഓഫ്ലൈൻ ക്ലാസ്സുകളാണ്. അത് 1 ഡേ ഫുൾ പ്രോഗ്രാമാണ്. ഓഫ്ലൈൻ ക്ലാസ്സുകളാണ് നമ്മൾ നടത്താറുള്ളത്. ഓൺലൈനായിട്ട് ആക്സസ് ബാസ് പഠിക്കണമെങ്കിൽ ഓഫ്ലൈനായിട്ട് മാത്രമേ പഠിക്കാൻ പറ്റത്തുള്ളൂ. ഓൺലൈനായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ പ്രാണിക് ഹീലിംഗ് ആണെങ്കിലും റേക്ക് ആണെങ്കിലും ഇതെല്ലാം നമുക്ക് ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യാം. പക്ഷെ ആക്സസ് ബാർ എന്തുകൊണ്ടാണ് ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ കഴിയാത്തത്? ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്യാൻ കഴിയാത്തതിന്റെ കാര്യമല്ല. ഇപ്പൊ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി അയാളുടെ ശക്തിയെ തിരിച്ചറിയുന്ന പ്രോസസ്സാണ് ആക്സസ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, അതിനകത്ത് ഓരോരോ ബാസുകളുണ്ട്. അതായത് നമ്മൾ തന്നെ നമ്മുടെ എനർജി ഇപ്പോൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തു നിന്ന് ഷിഫ്റ്റിംഗ് ചെയ്യാൻ എത്രത്തോളം സാധ്യമാകും. പക്ഷേ ഇതങ്ങനെയല്ല. ഇത് ഓൾറെഡി തന്നെ ആ വ്യക്തിയിൽ തന്നെ നമ്മൾ പ്രോസസ്സ് ചെയ്യുക, ടച്ച് ചെയ്യുമ്പോൾ തന്നെ ആ 45 മിനിറ്റിൽ തന്നെ ആ വ്യക്തിയിൽ ഡ്രാസ്റ്റിക്, അതായത് തന്നെ അവിടെ നിന്ന് തന്നെ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് തന്നെ നമ്മളോട് പറയും, എനിക്ക് എന്തോ ഒരു മാറ്റം വന്നു, എന്തോ ഒരു സ്ട്രെസ്സൊക്കെ കുറഞ്ഞ പോലെ തോന്നുന്നുണ്ടെന്ന് പറയും. അങ്ങനെയാണ് കൂടുതലും ആക്സസിനെ കുറിച്ച് പറയാനുള്ളത്. ഇതിൽ ഈ ബാർസ് ഉണ്ടല്ലോ, ആക്സസ് ബാർസ് ആണല്ലോ. ഈ ബാർസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെയാണ്? ബാസ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് എനർജി പോയിന്റ്സുകളാന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ കാലാകാലങ്ങളായിട്ട് നമ്മുടെ ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന നമുക്ക് വേണ്ടാത്ത ചിന്തകള്, വേണ്ടാത്ത വ്യക്തികള്, സാഹചര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളാണല്ലോ ഓരോ വ്യക്തിയിലും ഉണ്ടാകുന്നത്. അങ്ങനെ വരുന്ന ആ സാഹചര്യങ്ങളെ ഇതിന് ഓരോരോ ബാസുകളുണ്ട്. അതിന് ഓരോ ഉദാഹരണം പറഞ്ഞാൽ സാമ്പത്തികമായിട്ടുള്ളത്, മാനസികമായിട്ടുള്ളത്, ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ളത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും ഇതിനകത്ത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ബാസുകൾ എന്ന് പറയാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഓരോരോ പോയിന്റുകൾക്കും പറഞ്ഞ പേരാണ് ബാസ് എന്ന് പറയുന്നത്. നമ്മള് മറ്റുള്ള ഹീലിംഗ് മെത്തേഡുകൾക്ക് അവോയ്ഡ് ചെയ്തിട്ട് ആക്സസ് ബാർ ഒരാള് തെരഞ്ഞെടുക്കേണ്ടതിന്റെ ആവശ്യകത എന്താണ്? ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ എന്ത് കാര്യത്തിന് പോയാലും ഒരു 45 ദിവസം കഴിയട്ടെ, അല്ലെങ്കിൽ ഈ 20 ദിവസം കഴിയട്ടെ, 25 ദിവസം കഴിയട്ടെ എന്നുള്ള ഒരു പ്രോസസ്സിലാണ് നമ്മൾ പോകുന്നത്. പക്ഷെ നമ്മൾ ആക്സസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചെയ്ത് 45 മിനിറ്റ് തന്നെ അതായത് പഠിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, ഹീൽ എടുക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, അവർ എഴുന്നേൽക്കുമ്പോൾ തന്നെ പറയും, എനിക്ക് എന്തോ ഒരു മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയും. ഇത്രേ ഉള്ളൂ അവരിലെ എനർജി വർക്ക്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, അതായത് നമ്മൾ മുമ്പ് ആദ്യമേ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്താ പറഞ്ഞു, നമ്മൾ 5 എലമെന്റ്സിനെ കുറിച്ച് പറഞ്ഞു. ഇതുപോലെ തന്നെയാണ് മനസ്സിന്റെ, അതായത് നമ്മുടെ ഓറ ശക്തിപ്പെടുക എന്നതാണല്ലോ നമ്മൾ പറയുന്നത്. ഓറ ശക്തിപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ പോസിറ്റീവ് എനർജി, പോസിറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷൻസ് നമ്മളിൽ നിന്ന് സ്പ്രെഡ് ആകുവാണ് ഈ പ്രപഞ്ചത്തിലേക്ക്. അങ്ങനെ സ്പ്രെഡ് ആകുന്ന സമയത്താണ് നമ്മളിലേക്ക് പുതിയ പുതിയ വ്യക്തികളും സാഹചര്യങ്ങളും നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നടക്കുന്നത്. നേരെ മറിച്ച് നമ്മുടെ എനർജി ഡൗൺ ആയി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തൊടുന്നതെല്ലാം പ്രശ്നങ്ങളായി.